സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾ പങ്കുവെച്ച ചില പ്രധാനപ്പെട്ട സ്രോതസ്സുകളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. അതിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു വ്യക്തമായ കാഴ്ചപ്പാട് നൽകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ശരി. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു മുന്നറിയിപ്പാണ്. ഡിജിറ്റൽ ലോകത്തെ നമ്മുടെ ശീലങ്ങളെക്കുറിച്ചുള്ള ഒരു തരം അടിയന്തര സന്ദേശം. ഡിജിറ്റൽ ബന്ധനം അഥവാ ഡിജിറ്റൽ ക്യാപ്റ്റിവിറ്റി എന്നീ സ്രോതസ്സുകൾ പറയുന്ന ഒരു അവസ്ഥ, അതിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം സിമ്പിളാണ്. ഇതിലെ പ്രധാന ആശയം എന്താണ്, അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം എന്താണ്, പിന്നെ അതിൽ നിന്നുള്ള മോചനം എങ്ങനെ സാധ്യമാക്കും, ഇത് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. നല്ലത്. തുടങ്ങാനായിട്ട് അവർ വളരെ രസകരമായ ഒരു രൂപകം പറയുന്നുണ്ട്. ഒരു കുരങ്ങന്റെ കെണിയുടെ കഥ. ഒരു പക്ഷേ നിങ്ങളും കേട്ടിട്ടുണ്ടാവാം. കേട്ടിട്ടുണ്ട്. ആ കടലയുടെ കഥയല്ലേ? അതെ അതെ. കുടുസായ കഴുത്തിലുള്ള ഒരു പാത്രത്തിനുള്ളില് കുറച്ച് കടല വെച്ചിട്ടുണ്ടാവും. കുരങ്ങൻ വരും, കൈയിട്ട് കടല വാരി മുറുക്കെ പിടിക്കും. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാല് ആ മുറുക്കിയ പിടിയോടെ കൈ പുറത്തെടുക്കാൻ പറ്റില്ല. ശരിയാണ്. ആ ചെറിയ കടല, ആ ചെറിയൊരു പ്രതിഫലം, അതിലുള്ള പിടി വിടാത്തതുകൊണ്ട് കുരങ്ങൻ സ്വയം ഒരു കെണിയിൽപ്പെടുന്നു. ഈ ഒരു ഉപമയിലൂടെയാണ് സ്രോതസ്സുകൾ വിഷയം തുടങ്ങുന്നത്. ഈ ഉപമ ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് പ്രശ്നത്തെ ടെക്നോളജിയിൽ നിന്ന് മാറ്റുന്നു. ശരി. നേരെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ സ്വന്തം തീരുമാനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മളാണോ ഈ കടല മുറുകെ പിടിക്കുന്നത്? അതായത് തൽക്ഷണ സംതൃപ്തിക്ക് വേണ്ടി. അതെ. ആ തൽക്ഷണ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം പണയം വെച്ച് നമ്മൾ സ്വയം കെണിയിലാവുകയാണോ? ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ആന്തരിക ഉത്തരവാദിത്തത്തെക്കുറിച്ച്, ഇന്റേണൽ അക്കൗണ്ടബിലിറ്റിയെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതെ അതെ. കുറ്റം മുഴുവൻ ടെക്നോളജിക്ക് കൊടുക്കാതെ നമ്മുടെ പങ്കെന്താണെന്ന് ചിന്തിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നുണ്ട്. ആന്തരിക ഉത്തരവാദിത്തം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അങ്ങനെയെങ്കിൽ ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ഈ മുറുകെ പിടിക്കുന്ന കടലകൾ, അതൊക്കെ എന്താണ് നമ്മൾ വിടാതെ പിടിക്കുന്നത്? അത് കാരണം ഈ കെണിയിൽ പെട്ടുപോകുന്നത്? സ്രോതസ്സുകൾ ഇതിനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്ഷണികമായ പ്രതിഫലങ്ങൾ എന്നാണ് അവർ പറയുന്നത്. ഫ്ലീറ്റിംഗ് റിവാർഡ്സ്. ക്ഷണികമായ പ്രതിഫലങ്ങൾ. അതെ. അതായത് ഓൺലൈനിൽ നമുക്ക് കിട്ടുന്ന ആ താൽക്കാലികമായ ഒരു സംതൃപ്തി, ഒരു അംഗീകാരം. നിങ്ങൾക്കറിയാമായിരിക്കും, ലൈക്കുകൾ, ഷെയറുകൾ, കമന്റുകൾ, പിന്നെ ആ നോട്ടിഫിക്കേഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. നിർത്താതെ. അതെ. പിന്നെ ആ സ്ക്രോളിംഗ്, എത്ര നേരം വേണേലും സ്ക്രോൾ ചെയ്യാം. ഇതൊന്നും വെറുതെ നമ്മുടെ ശ്രദ്ധ മാറ്റുകയല്ല ചെയ്യുന്നത്. പിന്നെയോ? മറിച്ച് ആ തൽക്ഷണ സംതൃപ്തി തേടുന്നൊരു ശീലം, ഒരു സൈക്കിള് പോലെ അതിനെ എപ്പോഴും ഇന്ധനം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ശരിയാണ്. അപ്പോൾ ഈ താൽക്കാലിക സംതൃപ്തിക്ക് പിന്നാലെ നമ്മളിങ്ങനെ ഓടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വില എന്താണ്? സമയം പോകുന്നു, ശ്രദ്ധ മാറുന്നു, അതൊക്കെ ശരി. പക്ഷേ ഈ ഡിജിറ്റൽ പാത്രത്തിൽ നമ്മുടെ കൈ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നഷ്ടപ്പെടുന്നത് എന്നാണ് ഇവർ പറയുന്നത്. സ്രോതസ്സുകൾ പറയുന്നത് ശരിക്കും വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമുക്ക് നഷ്ടപ്പെടുന്നത് അർത്ഥവത്തായ ജീവിതം തന്നെയാണെന്നാണ്. മീനിങ്ഫുൾ ലൈഫ്. അർത്ഥവത്തായ ജീവിതം. അതെ. ഈ ചെറിയ ഉപരിപ്ലവമായ കാര്യങ്ങൾക്ക് പിന്നാലെ, ഈ ക്ഷണികമായ പ്രതിഫലങ്ങൾക്ക് പിന്നാലെ നമ്മൾ എപ്പോഴും പോകുമ്പോൾ ജീവിതത്തിലെ കൂടുതൽ ആഴത്തിലുള്ള യഥാർത്ഥ സംതൃപ്തി നൽകുന്ന കാര്യങ്ങളില്ലേ? ഉദാഹരണത്തിന് നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കിട്ടുന്നൊരു മനസ്സമാധാനം, അതൊക്കെ നഷ്ടപ്പെടുന്നു. ഈ അവസ്ഥയെ അവർ നേരിട്ട് ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്: ഡിജിറ്റൽ ഡിപ്രഷൻ. അതെ, ഡിജിറ്റൽ ഡിപ്രഷൻ. പക്ഷേ ആ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. DEPRESSSION. 3 S ഉണ്ട്. ഒരു നിമിഷം, 3 S. ഡിജിറ്റൽ ഡിപ്രഷൻ. അത് മനഃപൂർവ്വമാണെന്ന് ഉറപ്പാണല്ലോ. അതെ അതെ. അതൊരു സാധാരണ അക്ഷരത്തെറ്റല്ല. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പറയുന്ന ക്ലിനിക്കൽ ഡിപ്രഷൻ പോലെ ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് ആണോ, അതോ ഈ ഡിജിറ്റൽ യുഗത്തിന്റെ ഒരു പ്രത്യേകതരം അവസ്ഥയെക്കുറിച്ചാണോ അവർ പറയുന്നത്? നല്ല ചോദ്യമാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ അക്ഷരത്തെറ്റ് മനഃപൂർവ്വം ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആയിട്ടല്ല അവർ അവതരിപ്പിക്കുന്നത്. പിന്നെയോ? മറിച്ച് ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മളിങ്ങനെ നിരന്തരം ജീവിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു തരം മാനസികവും വൈകാരികവുമായ ഒരു ക്ഷീണം, ഒരു തളർച്ച, അതിനെ സൂചിപ്പിക്കാനാണ്. മനസ്സിലായി. ഡിജിറ്റൽ ലോകത്തെ ആ അംഗീകാരങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴിങ്ങനെ ഓടുകയല്ലേ? അതിന്റെയും യഥാർത്ഥ ജീവിതത്തിലെ ബന്ധങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും നമ്മൾ അറിയാതെ അകന്നു പോകുന്നതിൻ്റെയും
അതിൻ്റെയൊക്കെ ഫലമായി ഉണ്ടാകുന്ന ഒരു തരം തളർച്ച. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവർ പറയുന്നത്? ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്നവർ പറയുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം ഡിജിറ്റൽ ആർത്തിയുടെ തടവുകാരാണ് എന്നുള്ളൊരു തോന്നലാണ്. പ്രിസണർ ഓഫ് അവർ ഓൺ ഡിജിറ്റൽ ഗ്രീഡ്. ഹോ, അത് വളരെ ശക്തമായൊരു വാക്കാണ്. അതെ അല്ലേ? പിന്നെ മറ്റു ലക്ഷണങ്ങൾ, നമ്മൾ ഫോണിൽ നിന്നോ മറ്റു ഡിവൈസുകളിൽ നിന്നോ മാറി നിൽക്കുമ്പോൾ ഒരുതരം അസ്വസ്ഥത, റെസ്റ്റ്ലെസ്നെസ് പോലെ. അതെ, ഒരു നേരിയ ഉത്കണ്ഠ. പക്ഷെ അതേസമയം തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴോ ഓൺലൈനിലായിരിക്കുമ്പോഴോ പോലും ഒരു സംതൃപ്തി കിട്ടുന്നില്ല, ഒരുതരം ശൂന്യതാബോധം. ശരിയാണ്. മണിക്കൂറുകളോളം സ്ക്രോൾ ചെയ്താലും അവസാനം ഒന്നും കിട്ടിയില്ല എന്നൊരു തോന്നൽ. അതെ അതെ, ഇതൊക്കെയാണ് അവർ പറയുന്ന ലക്ഷണങ്ങൾ. സ്വന്തം ഡിജിറ്റൽ ആർത്തിയുടെ തടവുകാർ. അത് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആന്തരിക ഉത്തരവാദിത്തം എന്ന ആശയത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നുണ്ടല്ലേ? തീർച്ചയായും. ഇത് വെറും ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്ന പ്രശ്നമല്ല. ഞാൻ ഓൺലൈനിൽ ഇടപെടുന്ന രീതി കാരണം എന്റെ ഊർജം നഷ്ടപ്പെടുന്നു, ഞാൻ എന്റെ ശീലങ്ങളുടെ തടവിലാണെന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആ ആന്തരിക ഉത്തരവാദിത്വം എന്ന ആശയത്തിന് ഇത് കൂടുതൽ ബലം നൽകുന്നു. എന്നാൽ എനിക്കൊരു സംശയം. ഈ കിട്ടുന്ന റിവാർഡ്സ്, ഈ ലൈക്കുകളും നോട്ടിഫിക്കേഷനുകളുമൊക്കെ, അതൊക്കെ ക്ഷണികമാണെന്നും വലിയ അർത്ഥമൊന്നുമില്ലെന്നും നമുക്കൊരു ഭാഗത്തറിയാം. എന്നാലും എന്തുകൊണ്ടാണ് ആ പിടിവിടാൻ ഇത്ര ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാണ് ആ കുരങ്ങനെ പോലെ നമ്മുടെ കയ്യ പാത്രത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റാത്തത്? അർത്ഥവത്തായ ജീവിതത്തെക്കാൾ ഈ ചെറിയ വില കുറഞ്ഞ സംതൃപ്തിക്ക് നമ്മൾ എളുപ്പത്തിൽ വഴങ്ങുന്നത് എന്തുകൊണ്ടാണ്? ആ ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ഈ കെണിയുടെ ഒരു ഘടനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്രോതസ്സുകൾ, ഇത് നേരിട്ടങ്ങനെ ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നില്ലെങ്കിലും അതിന്റെ പിന്നിലെ സൈക്കോളജിയിലേക്ക് സൂചന നൽകുന്നുണ്ട്. പ്രധാന കാരണം, ഈ പ്ലാറ്റ്ഫോമുകൾ പലതും ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ തലച്ചോറിന്റെ ചില വീക്ക്നെസ്സുകൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലെ ചില പക്ഷപാതങ്ങൾ, കോഗ്നിറ്റീവ് ബയാസസ് എന്ന് പറയില്ലേ, അതിനെ മുതലെടുക്കാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് ഈ ക്ഷണികമായ പ്രതിഫലങ്ങൾ, ലൈക്കുകൾ, കമന്റുകൾ, ഇതൊക്കെ എപ്പോഴാണ് കിട്ടുക എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് പലപ്പോഴും വരുന്നത്. അൺപ്രെഡിക്റ്റബിൾ ആയിട്ട്. അതെ, സൈക്കോളജിസ്റ്റുകൾ ഇതിനെ വേരിയബിൾ റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ എന്നൊക്കെ പറയും. ലളിതമായി പറഞ്ഞാല് ഒരു സ്ലോട്ട് മെഷീൻ പോലെയാണ്. എപ്പോഴാണ് ജാക്ക്പോട്ട് അടിക്കുക എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ആ ലിവർ വലിച്ചുകൊണ്ടേയിരിക്കുമല്ലേ? ശരിയാണ്. അതുപോലെ അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരിക എന്നറിയാത്തതുകൊണ്ട് നമ്മൾ ഫോൺ ഇങ്ങനെ തുടർച്ചയായി എടുത്തു നോക്കിക്കൊണ്ടിരിക്കും. ശരിയാണ്. അത് തലച്ചോറിലൊരു ശീലം ഉറപ്പിച്ചു കളയുന്നത് പോലെയാണ്. ഓരോ തവണ നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ ലൈക്ക് കിട്ടുമ്പോഴോ തലച്ചോറിലെ ചെറിയൊരു സന്തോഷം, ഡോപ്പമിൻ ഹിറ്റ് എന്ന് പറയില്ലേ? അതെ, ഡോപ്പമിൻ. ആ ചെറിയ ഹിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ഫോൺ നോക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. ഇതൊരു ന്യൂറോളജിക്കൽ ലൂപ്പ് പോലെയായി മാറുന്നു. ഏറെക്കുറെ അങ്ങനെ തന്നെ. ടെക്നോളജി നമ്മളെ പതുക്കെ ട്രെയിൻ ചെയ്യുകയാണ്. ദീർഘകാല സംതൃപ്തിയെക്കാളും യഥാർത്ഥ സമാധാനത്തെക്കാളും ഈ പെട്ടെന്നുള്ള പ്രവചിക്കാൻ പറ്റാത്ത ചെറിയ റിവാർഡ്സിന് കൂടുതൽ വില കൽപ്പിക്കാൻ നമ്മൾ പഠിക്കുന്നു. അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി, അത് തന്നെ ഒരു ഹുക്കായി മാറുന്നു. അതെ. പിന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഫോമോ, എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. അതെ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അപ്ഡേറ്റുകൾ, ഇതൊന്നും അറിയാതെ പോകുമോ എന്നൊരു തോന്നൽ. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും കാര്യങ്ങൾ അത്ര പ്രധാനപ്പെട്ടതൊന്നും ആയിരിക്കില്ല. 99%. പക്ഷേ ആ 1% മിസ്സാകുമോ എന്നുള്ള പേടി, അത് നമ്മളെ സ്ക്രോൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതെ. അപ്പോ ഈ കെണി, അത് ശരിക്കും വളരെ ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒന്ന് തന്നെയാണ്. അതെ, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സിസ്റ്റം പോലെ തോന്നാം. പക്ഷേ ഇവിടെയാണ് സ്രോതസ്സുകൾ ഒരു പ്രധാനപ്പെട്ട ടേൺ എടുക്കുന്നത്, അല്ലേ? അതെ, ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ഒരു പോയിന്റ്. ഈ കെണി ഇത്ര ശക്തമാണെങ്കിലും ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള യഥാർത്ഥ ശക്തി എവിടെയാണ്, മോചനത്തിനുള്ള താക്കോൽ എവിടെയാണ് എന്നാണ് ഈ സ്രോതസ്സുകൾ പറയുന്നത്. ഇതാണ് ഒരുപക്ഷേ ഈ സ്രോതസ്സുകൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൾക്കാഴ്ച, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് പറയാം. എന്താണത്? മോചനം നേടാനുള്ള ശക്തി. അത് ടെക്നോളജി കമ്പനികളോ അൽഗോരിതങ്ങളോ സർക്കാരുകളോ ഒന്നുമല്ല നിയന്ത്രിക്കുന്നത് എന്നാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. ഓഹോ, അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. കാരണം സാധാരണ നമ്മൾ കേൾക്കുന്നത് മുഴുവൻ ടെക് കമ്പനികളുടെ ഉത്തരവാദിത്തം, അൽഗോരിതം. അതെ, അൽഗോരിതം മാറ്റണം, ഗവൺമെന്റ് നിയമം കൊണ്ടുവരണം, ഇതൊക്കെയാണല്ലോ ചർച്ചകൾ. അതെ. പക്ഷേ ഈ സ്രോതസ്സുകൾ പറയുന്നത്
മറ്റുള്ളവർ മാറാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരുതരം ഒളിച്ചോട്ടം പോലെയാണെന്നാണ്. സർക്കാരുകൾ നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ടെക് കമ്പനികൾ അവരുടെ ലാഭമുണ്ടാക്കുന്ന ബിസിനസ് മോഡൽ മാറ്റാനോ കാത്തിരിക്കുന്നത് അത് നടക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് കാര്യമില്ല. അപ്പോ പിന്നെ താക്കോല് അത് നിങ്ങളുടെ കയ്യിലാണ്, ഇവിടെ, ഇപ്പോൾ തന്നെ. നിയന്ത്രണം തിരികെ പിടിക്കുക എന്ന ആശയം കേൾക്കാൻ നല്ലതാണ്. പക്ഷെ ഒരു സംശയം. ഈ പ്ലാറ്റ്ഫോമുകൾ നമ്മളെ കുടുക്കാൻ ഇത്ര ശക്തമായി ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ ഇതിനെ വെറുമൊരു വ്യക്തിപരമായ തീരുമാനത്തിന്റെ പ്രശ്നമായി മാത്രം കാണുന്നത് ആ വലിയ സിസ്റ്റത്തിന്റെ സമ്മർദ്ദങ്ങളെ നമ്മൾ കുറച്ചു കാണുകയല്ലേ? അല്ല, അത് നല്ലൊരു പോയിന്റാണ്. സ്രോതസ്സുകൾ ആ സിസ്റ്റത്തിന്റെ ശക്തിയെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. ഓക്കേ. ചുറ്റുപാടുകൾ ബുദ്ധിമുട്ടുള്ളതാണെന്നും വെല്ലുവിളി നിറഞ്ഞതാണെന്നും അവർ സമ്മതിക്കുന്നുണ്ട്, പരോക്ഷമായിട്ടാണെങ്കിലും. പക്ഷേ ആത്യന്തികമായി ആ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ പങ്കെടുക്കണോ വേണ്ടയോ, എങ്ങനെ പങ്കെടുക്കണമെന്ന അവസാന വാക്ക് അത് നമ്മുടേതാണ്, നിങ്ങളുടേതാണ്. അതാണ് അവർ ഉറപ്പിച്ചു പറയുന്നത്. മോചനത്തിനുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് ആന്തരികമാണ്. അവരുപയോഗിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഉപകരണങ്ങളിലുള്ള നിങ്ങളുടെ മുറുകിയ പിടി വിടാനുള്ള നിങ്ങളുടെ ഒരൊറ്റ ബോധപൂർവമായ തീരുമാനം. എ സിംഗിൾ കോൺഷ്യസ് ഡിസിഷൻ. ഒരൊറ്റ ബോധപൂർവമായ തീരുമാനം? അതെ. അതായത് ആ കെണി എത്ര വലുതാണെങ്കിലും അതിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അധികാരം, പേഴ്സണൽ സോവറൻറ്റി, അത് ഫൈനലാണ്. ആ തീരുമാനമെടുക്കുക, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതെ. അത് കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നുമെങ്കിലും വലിയൊരു നിശ്ചയദാർഢ്യം വേണമല്ലേ? തീർച്ചയായും. ഇത് പതുക്കെ ഉപയോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ആ കടലയിലുള്ള പിടി അതൊന്ന് വിടാൻ അടിസ്ഥാനപരമായ ഒരു തീരുമാനമെടുക്കുന്നതിനെക്കുറിച്ചാണ്. അതെ. ഇതിന് നല്ല ധൈര്യവും പിന്നെ സ്വയം തിരിച്ചറിയാനുള്ള കഴിവും വേണം. നമ്മൾ വിലമതിക്കുന്നു എന്ന് കരുതുന്ന ഈ ഡിജിറ്റൽ ഹിറ്റുകൾ, ലൈക്കുകളും ഷെയറുകളും, അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന കൂടിന്റെ അഴികളാണെന്ന് തിരിച്ചറിയണം. കറക്റ്റ്. ആ പ്രതിഫലം തന്നെയാണ് കെണിയെന്ന് തിരിച്ചറിയുക. സ്രോതസ്സുകൾ വ്യക്തമായി പറയുന്നുണ്ട്, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള ധൈര്യം ആവശ്യമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് കരുതുന്ന കാര്യങ്ങൾ. അതെ. അതായത് ആ താൽക്കാലിക സുഖങ്ങളും അംഗീകാരങ്ങളും. അതിനപ്പുറം കൂടുതൽ ആഴത്തിലുള്ള, കൂടുതൽ യഥാർത്ഥമായ ഒന്നിനു വേണ്ടി നിലകൊള്ളുക. അതാണ് സ്വാതന്ത്ര്യം. ശരി. അപ്പോ ഈ കെണിയെക്കുറിച്ചും അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള താക്കോല് നമ്മുടെ കയ്യിലാണെന്ന ആ ഒരു തത്വത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിച്ചാലോ? ഈ കെണി തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ഡിജിറ്റൽ ക്ഷേമം, ഡിജിറ്റൽ വെൽനസ്, അത് നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ സ്രോതസ്സുകൾ എന്ത് വഴികാട്ടലാണ് നൽകുന്നത്? പറഞ്ഞ ഒറ്റ ബോധപൂർവമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത്? അവിടെയാണ് അവരൊരു പ്രത്യേക ആരംഭ പോയിന്റ് എടുത്ത് കാണിക്കുന്നത്. അവരുടെ ഒരു വലിയ സീരീസ് ഉണ്ട്, ഡിജിറ്റൽ ഡിപ്രഷൻ സീരീസ്. അതിലെ ഒരു പ്രധാന ഭാഗം ചാപ്റ്റർ 0, ഉണരുക. ചാപ്റ്റർ 0, ഉണരുക. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ് സ്റ്റാർട്ടിന്റെ ഫീലുണ്ട്. അതെ. ഈ ഡിജിറ്റൽ ബന്ധത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെ വീണ്ടെടുക്കാം, ആ പിടി എങ്ങനെ വിടാൻ പഠിക്കാം, ഈ അനാരോഗ്യകരമായ സൈക്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നതിനൊക്കെയുള്ള ഒരു പ്രാക്ടിക്കൽ ഗൈഡ് ആവുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് സ്രോതസ്സുകൾ പറയുന്നു. പ്രായോഗിക വഴികാട്ടി എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്റർ 0യിൽ നിന്ന് എങ്ങനെയുള്ള ഉപദേശങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം? ആ ഒറ്റ ബോധപൂർവമായ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് നിലനിർത്താൻ സഹായിക്കുന്ന വല്ല സ്റ്റെപ്സോ തന്ത്രങ്ങളോ ഇതിലുണ്ടോ? തീർച്ചയായും. ആ മാനസികമായ മാറ്റം, ആ തീരുമാനം, അത് തന്നെയാണ് പ്രധാനമെന്നവർ പറയുമ്പോഴും അത് പ്രാവർത്തികമാക്കാനുള്ള ചില പ്രായോഗിക വഴികൾ, ഒരു ചട്ടക്കൂട് ഈ ചാപ്റ്റർ 0 നൽകുന്നുണ്ടെന്ന് തന്നെയാണ് സൂചന. വെറും തിയറി മാത്രമല്ല. അല്ല, വെറും തത്വങ്ങൾ മാത്രമല്ല, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് എന്തെങ്കിലും? ഉദാഹരണത്തിന് നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളില്ലേ, അത് ബോധപൂർവം ഒന്ന് മാറ്റിയെടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടാവാം. എങ്ങനെ? ചിലപ്പോ ഫോൺ കയ്യിലെടുക്കുന്നതിന് മുൻപ് ഒരു സെക്കൻഡ് നിർത്തിയിട്ട് എന്തിനാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത് എന്ന് സ്വയം ചോദിക്കാൻ പരിശീലിക്കുക. ഒരു പോസ് എടുക്കുക. അതെ. ആ ചെറിയൊരു ഇടവേള മതി. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഓട്ടോമാറ്റിക് ലൂപ്പ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ. ശരിയാണ്. അതുപോലെ നോട്ടിഫിക്കേഷനുകൾ മാനേജ് ചെയ്യാനുള്ള വഴികൾ. ചിലപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും ഓഫ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ശരിക്കും പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾക്കനുസരിച്ചുള്ള അലർട്ടുകൾ മാത്രം ബോധപൂർവം ഓൺ ചെയ്തു വെക്കുക. ഇന്റൻഷണലായിട്ട്. അതെ. പിന്നെ ഡിജിറ്റൽ ലോകത്തിന് പുറത്തുള്ള കാര്യങ്ങളുമായി വീണ്ടും കണക്ട് ചെയ്യാൻ,
ഭൗതികമായ ഹോബികൾ അല്ലെങ്കിൽ നേരിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസ്, അതിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന വഴികൾ. ഓക്കെ. ഇതിന്റെയൊക്കെ പിന്നിലെ ആശയം ഇതാണ്: ആദ്യം ആ പിടിവിടാനുള്ള ധൈര്യം കാണിക്കുക. സ്റ്റെപ്പ് 1. അതെ. പിന്നെ ആ എടുത്ത തീരുമാനം നിലനിർത്താനും ആ കിട്ടിയ ഒഴിവു സമയത്ത് കൂടുതൽ അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു അച്ചടക്കം വളർത്തിയെടുക്കുക. മനസ്സിലായി. അപ്പോ ഇത് വെറുമൊരു ചിന്തയിൽ നിന്ന് മാറി ജീവിത രീതിയിൽ വരുത്താവുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ. ഈ സംരംഭം ഇതേതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമുള്ളതാണോ? ഇതിന്റെ ഒരു സ്കോപ്പ് എന്താണെന്നാണ് സ്രോതസ്സുകൾ പറയുന്നത്? അല്ല, ഇത് തീർച്ചയായും ഒരു ലോക്കൽ സംഭവമല്ല. ഇതിന്റെ ലക്ഷ്യം ഗ്ലോബലാണ്. ഓ. ഈ പ്രധാനപ്പെട്ട ആദ്യ ഭാഗം, ഈ ഉണരുക എന്ന ചാപ്റ്റർ 0, 9 വ്യത്യസ്ത ഭാഷകളിൽ ലഭ്യമാണെന്ന് സ്രോതസ്സുകൾ എടുത്തു പറയുന്നുണ്ട്. 9 ഭാഷകളിലോ? അത് കാര്യമായിട്ട് തന്നെയാണ് അവരിതിനെ കാണുന്നത്. അതെ. അതിനായിട്ടൊരു പ്രത്യേക ചാനൽ തന്നെയുണ്ട്. അവരുടെ മിഷൻ വളരെ ക്ലിയറാണ്: ഡിജിറ്റൽ യുഗത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ റെഡിയായി നിൽക്കുന്ന ലോകമെമ്പാടുമുള്ള കുടുംബങ്ങളിൽ എത്തുക. ലോകമെമ്പാടുമുള്ള കുടുംബങ്ങൾ, ആ വാക്ക് ശ്രദ്ധേയമാണ്. ഇത് വെറുമൊരു വ്യക്തിയുടെ പ്രശ്നമായിട്ടല്ല, മറിച്ച് കുടുംബങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് അവരിതിനെ കാണുന്നത് എന്ന് തോന്നുന്നു. കൃത്യമാണ്. ഡിജിറ്റൽ ബന്ധനത്തെ, വ്യക്തികളെ മാത്രമല്ല കുടുംബങ്ങളുടെ ആ ഒരു കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു ഗ്ലോബൽ ക്രൈസിസ് ആയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ശരിയാണ്. ഇത് നമ്മളെ സ്രോതസ്സുകളിൽ പറയുന്നൊരു അവസാന ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷ തോന്നും, ഒരു കൂട്ടായ പ്രവർത്തനത്തിനുള്ള ആഹ്വാനം പോലെ. അതെ, ആ വാചകം, നമുക്കൊരുമിച്ച് രൂപാന്തരപ്പെടാം, കൂടുതൽ ജീവനുകളെ രക്ഷിക്കാം. ലെറ്റ് us transforming together and rescue more life. നമുക്ക് ഒരുമിച്ച് രൂപാന്തരപ്പെടാം. ഇത് വ്യക്തിപരമായ മോചനത്തെ ഒറ്റപ്പെട്ട ഒന്നായി കാണാതെ ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഒരു കൂട്ടായ യാത്രയുടെ ഭാഗമായി കാണുന്നു. ഗ്ലോബൽ വെൽബീയിങ്ങിന് വേണ്ടിയുള്ള ഒരു ഷെയർഡ് എഫോർട്ട് പോലെ. ശരിയാണ്. നിങ്ങളുടെ ഫോൺ താഴെ വെക്കുന്ന ആ ചെറിയ ഒരു പേഴ്സണൽ ആക്ടിനു പോലും ഒരു വലിയ ലക്ഷ്യവുമായി ബന്ധമുണ്ടെന്ന് ഇത് പറയുന്നു. അതെ. കൂടുതൽ യഥാർത്ഥമായ, അർത്ഥവത്തായ എന്തോ ഒന്ന് വീണ്ടെടുക്കാനുള്ള ഒരു കളക്റ്റീവ് ജേണിയുടെ ഭാഗമാണ് നിങ്ങളും എന്ന്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ചിന്തയാണത്. പ്രധാനമായിട്ട് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയാനോ ഒരുപക്ഷെ ഇതിന്റെ ഭാഗമാകാനോ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ വഴികളും സ്രോതസ്സുകൾ നൽകുന്നുണ്ട് കേട്ടോ. അതെ. തുടർന്നും വിവരങ്ങൾ കിട്ടാനും ഈ സംരംഭത്തിൽ ഒരുപക്ഷെ പങ്കുചേരാനും താല്പര്യമുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാം. ഇതിനായിട്ട് ഒരു ഡിജിറ്റൽ ഡിപ്രഷൻ ചാനലുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ 2 പ്രത്യേക യൂട്യൂബ് ഹാൻഡിലുകൾ ഫോളോ ചെയ്യാനും അവർ പറയുന്നുണ്ട്. ഏതൊക്കെയാണവ? ഒന്ന് @വിശ്രമിത, മറ്റൊന്ന് @digital.depression. ഓക്കെ. @വിശ്രമിത, @digital.depression. ഈ സീരീസുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് കണ്ടന്റിനും ഒരുപക്ഷെ ഭാവിയിൽ വരാനിരിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സിനും ഈ ചാനലുകൾ ഫോളോ ചെയ്യാം. അതെ. ആ ഒറ്റ ബോധപൂർവമായ തീരുമാനത്തിന് ശേഷം വേണ്ട ഒരു സപ്പോർട്ടും പ്രാക്ടിക്കൽ ഗൈഡൻസും ഒരുപക്ഷെ ഈ ചാനലുകളിലൂടെ കിട്ടിയേക്കാം. ശരി. അപ്പോ നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പ്രധാന ആശയം ഇതാണെന്ന് തോന്നുന്നു. ഡിജിറ്റൽ ബന്ധനത്തിൽ നിന്ന് യഥാർത്ഥ ഡിജിറ്റൽ ക്ഷേമത്തിലേക്കുള്ള വഴി ആത്യന്തികമായി നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതെ. ആ പിടിവിടാനുള്ള നിങ്ങളുടെ ധൈര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. തീർച്ചയായും. ആ ചെറിയ തൽക്ഷണ ഡിജിറ്റൽ റിവാർഡ്സ്, ലൈക്കുകൾ, നോട്ടിഫിക്കേഷനുകൾ, ആ എൻഡ്ലെസ് സ്ക്രോളിംഗ്, അതൊക്കെ വേണ്ടെന്ന് വെക്കാനുള്ള ഒരു തീരുമാനം. അതിന് നല്ലൊരു സെൽഫ് അവെയർനെസ് വേണം. ഒരുപക്ഷെ ഓരോ തവണ ഫോൺ കയ്യിലെടുക്കുമ്പോഴും ആ തീരുമാനം നമ്മൾ വീണ്ടും ഓർക്കേണ്ടി വരും. ശരിയാണ്. ഇതിനെ സ്രോതസ്സുകൾ അവതരിപ്പിക്കുന്ന ആ വലിയ ചിത്രവുമായി കണക്ട് ചെയ്യുമ്പോൾ അതൊരു ശക്തമായ ചിന്തയാണ്. പ്രധാന തടസ്സം ടെക്നോളജി കമ്പനികളോ അൽഗോരിതങ്ങളോ അല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ ചില പ്രവണതകളാണ് എന്നവർ പറയുമ്പോൾ. അതെ, നമ്മൾ കൊതിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന, എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെ കൂടുതൽ കുടുക്കിലാക്കുന്ന ആ ഡിജിറ്റൽ സംതൃപ്തികളെ വിട്ടുകളയാനുള്ള നമ്മുടെ ഉള്ളിലെ ഒരു മടി, ഒരു റെസിസ്റ്റൻസ്, അതാണ് യഥാർത്ഥ പ്രശ്നം. ഇത് നമ്മൾ എന്തിനാണ് ശരിക്കും വാല്യൂ കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഒന്നായ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ അറ്റൻഷൻ, അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് അടിസ്ഥാനപരമായ ഒരു പുനർവിചിന്തനം ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും. ഇത് നിങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഒരുപക്ഷെ കുറച്ചൊന്ന് അസ്വസ്ഥമാക്കുന്ന ഒരു ചോദ്യം ബാക്കി വെക്കുന്നുണ്ടല്ലേ? അതെ. ഈ സ്രോതസ്സുകൾ
ആ ക്ഷണികമായ പ്രതിഫലങ്ങളെ, ആ കടലയെ തിരിച്ചറിഞ്ഞ് ലൈക്കുകൾ, നോട്ടിഫിക്കേഷനുകൾ, സ്ക്രോളിംഗ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ, യഥാർത്ഥവും ശാശ്വതവുമായ മൂല്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ അത് നിങ്ങളുടെ ആഴത്തിലുള്ള ബന്ധങ്ങളാവാം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആവാം, ശ്രദ്ധയോടെ ചെയ്യുന്ന നിങ്ങളുടെ ജോലിയാവാം, അല്ലെങ്കിൽ വെറുതെ കിട്ടുന്ന ശാന്തമായ നിമിഷങ്ങളാവാം. ആ ഡിജിറ്റൽ കടല ഉപേക്ഷിക്കാൻ, ആ ഒരൊറ്റ ബോധപൂർവമായ തീരുമാനമെടുക്കാൻ ധൈര്യം കാണിക്കാത്തതിലൂടെ ഈ അർത്ഥവത്തായ കാര്യങ്ങളിൽ ഏതിനെയാണ് നിങ്ങളിപ്പോൾ അപകടത്തിലാക്കുന്നത്? ആ താൽക്കാലികമായ വില കുറഞ്ഞ അംഗീകാരത്തിനു വേണ്ടി നിങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് വിലയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? തീർച്ചയായും.